നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രദീപൻ എം, ഹരീഷ് എം എന്നിവർക്ക് യാത്രയയപ്പ് സ്നേഹാദരം ഫയർ ആൻഡ് റെസ്ക്യൂ ഹാളിൽ സംഘടിപ്പിച്ചു. മെമ്പർ രാധ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 29 വർഷത്തെ ആത്മാർത്ഥമായ സർക്കാർ സേവനത്തിന് ശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നിന്നും വിരമിക്കുന്ന പേരാമ്പ്രയിലെ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർമാരായ പ്രദീപൻ എം, ഹരീഷ് എം എന്നിവർക്കുള്ള സ്നേഹാദരം സംഘടിപ്പിച്ചു. സെക്രട്ടറി ബൈജു കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ ഭരതൻ പി കെ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രാധ ഉദ്ഘാടനം ചെയ്തു. യാത്ര അയക്കുകയാണ്. അതിനാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ശേഷിച്ചുള്ള അവരുടെ ജീവിതകാലം അവർക്ക് ദൈവാനുഗ്രഹവും അവരുടെ കുടുംബത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. അതുകൊണ്ട് ഈ പരിപാടി അത്രയും നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കോഴിക്കോട് റീജിയണൽ ഫയർ ഓഫീസർ രജീഷ് ടി മുഖ്യാതിഥികളായി. എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, അദ്ദേഹത്തിന് വളരെ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടും നമ്മളെ സർവീസാണ് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പേരാമ്പ്ര നിലയത്തിലെയും പിന്നീട് ഇടയ്ക്ക് വന്ന കോഴിക്കോട് ബീച്ച് നിലയത്തിലേക്ക് ജീവനക്കാരാണ് അദ്ദേഹത്തെ ഒരു സഹോദരൻ നിലയിൽ ചേർത്ത് നിർത്തി കൂടെ കൊണ്ട് നടന്നത്. മാത്രമല്ല ഒരു ASCയുടെ ഡ്യൂട്ടികളൊക്കെ അദ്ദേഹം നിർവഹിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ പ്രാപ്തിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഒരു സഹോദര തുല്യനായിട്ട് അദ്ദേഹത്തെ കൊണ്ടുനടന്ന നിങ്ങളെല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് വിവിധ സംഘടനാ പ്രതിനിധികളായ ഷാജികുമാർ, രാജേഷ്, അരുൺ, സുജിത്ത്, നാരായണൻ എന്നിവർ മെമന്റോ നൽകി ആദരിച്ചു. സംഘടനാ നേതാക്കളായ ഷജിൽ കുമാർ, ഗിരീഷ് കുമാർ, റഫീഖ് KT, കൊയിലാണ്ടി സ്റ്റേഷൻ ഓഫീസർ ബിജു, നാരായണൻ, മുകുന്ദൻ വൈദ്യർ, അനുശ്രീ, ബാബു VK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിരമിക്കുന്ന പ്രദീപ് M, ഹരീഷ് M എന്നിവർ മറുമൊഴി നൽകി. പടിയിറങ്ങാൻ കാത്തിരുന്നത്, എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയെ പോലെ കടന്നു വന്ന സ്ട്രോക്ക് എന്ന അസുഖം എൻ്റെ സംസാരത്തെയും ചലനങ്ങളെയും അല്പം തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലുള്ളതെല്ലാം വാക്കുകളായി പുറത്തു കൊണ്ടുവരാൻ എനിക്ക് പ്രയാസമുണ്ട്. എങ്കിലും ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ആശുപത്രി കിടക്കയിൽ ആയിരുന്നപ്പോൾ നിങ്ങൾ നൽകിയ പ്രാർത്ഥനകളും ഫോൺ കോളുകളും നേരിട്ടുള്ള സന്ദർശനങ്ങളുമാണ് എനിക്ക് തിരിച്ചു വരാനുള്ള കരുത്ത് നൽകിയത്. ഒരു ഓഫീസിലെ ജീവനക്കാർ എന്നതിലുപരി നമ്മൾ ഒരു കുടുംബം ആയിരുന്നു എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ സർവീസ് ജീവിതം ആരംഭിക്കുന്നത് 1997 നവംബറിൽ ഫോർട്ട് കൊച്ചി ട്രെയിനിങ്ങോടുകൂടിയാണ്. ഷെജിൽ പറഞ്ഞതുപോലെ 4 മാസം അവൻ്റെ കൂടെയാണ് കഴിഞ്ഞത്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊഴിച്ച് ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം 98 കണ്ണൂരിൽ ജോയിൻ ചെയ്തു. കണ്ണൂരിൽ ജോയിൻ ചെയ്ത അന്ന് രാത്രി തന്നെ ഒരു കോള് അറ്റൻഡ് ചെയ്യാൻ ഒരു സാഹചര്യമുണ്ട്. ഹൃദിൻ SS ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.